ഞാൻ ഡോക്ടർ ബിസ്നി. ഇന്ന് നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ വഴി എങ്ങനെ ഓൺലൈനായിട്ട് കേരള വാട്ടർ അതോറിറ്റി ബില്ല് അടയ്ക്കുന്നു എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഇതിനു മുൻപ് ഒരു വാക്ക്, എൻ്റെ ഡെൻ്റൽ വീഡിയോസ്, ഓഡിയോ ബൈബിൾ മലയാളം തുടങ്ങിയവയെല്ലാം എൻ്റെ ചാനലുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ബില്ല് നോക്കുക. ബില്ല് നോക്കുമ്പോഴത്തേന് എൻ്റെ QR കോഡുണ്ട്, ബിൽ നമ്പറുണ്ട്, പിന്നെ ബിൽ ഡേറ്റ് ഉണ്ട്, റൂട്ട്, കൺസ്യൂമർ ID. ഈ കൺസ്യൂമർ ID നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ടേ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി നമ്മൾ അടയ്ക്കാൻ ശ്രമിക്കാവൂ. ആദ്യമായി അടയ്ക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഫോൺ പേ വഴി എങ്ങനെ അടയ്ക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം റീചാർജ് ആൻഡ് ബിൽസ് എന്ന് പറഞ്ഞ ഭാഗത്തെത്തുക, വ്യൂ ഓൾ കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, നമ്മൾ യൂട്ടിലിറ്റീസ് എന്നൊരു ഭാഗമുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി കാണാം. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വാട്ടർ എന്നുള്ള മാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. അത് തുറക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക, കേരള വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ബിൽ ഡീറ്റെയിൽസിലേക്ക് കാണിക്കുന്നതാണ്. അവിടെ നമ്മൾ പ്രൊസീഡ് ടു പേ കൊടുത്തിട്ട് പേ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഗൂഗിൾ പേ വഴി നമുക്ക് എങ്ങനെ ഈ ബില്ല് അടയ്ക്കാമെന്ന് നോക്കാം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ പേജിൽ നമ്മൾ എത്തും. അടുത്തത് ബിൽസ് ആൻഡ് റീചാർജസിൽ വരിക, വ്യൂ ഓൾ കൊടുക്കുക. ഫാസ്റ്റ് ഈ റീചാർജ് എന്നൊക്കെ ഇരിക്കുന്നത് കണ്ടോ, അതിൻ്റെ അടിയിലായിട്ട് യൂട്ടിലിറ്റി ബിൽസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലാദ്യം കിടക്കുന്നത് ഇലക്ട്രിസിറ്റി, തൊട്ട് താഴെയായിട്ട് കണ്ടോ വാട്ടർ. ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും അടയ്ക്കാൻ സാധിക്കും കേട്ടോ. ഞാൻ എങ്ങനെ KSEBയുടെ വെബ്സൈറ്റ് വഴി എങ്ങനെ ബിൽ പേയ്മെൻറ്റ് നടത്താമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിത് ചേർത്തേക്കാം. അതിൽ KSEBയിലേക്ക് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വാട്ടർ ക്ലിക്ക് ചെയ്തു മറ്റൊരു പേജിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ സെലക്ട് പ്രൊവൈഡർ കൊടുക്കുക. അവിടെ കേരള വാട്ടർ അതോറിറ്റി എന്ന് സെലക്ട് ചെയ്യുക. ഞാൻ മറ്റൊരു ഫോണിലാണ് ഈ ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനതിൻ്റേതായ പോരായ്മകളുണ്ട്. വീണ്ടും നമ്മൾ കൺസ്യൂമർ ID, ഞങ്ങൾക്ക് ഇവിടെയാണെങ്കിൽ കൺസ്യൂമർ ID 31 അങ്ങനെയായിരിക്കും. ആ ബില്ലിൽ നോക്കിയാൽ മതി. നമ്മൾ ആ കൺസ്യൂമർ ID നമ്മൾ അടിച്ചു കൊടുക്കുക. ഇവിടെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കാണിക്കും. എഴുതി കാണിക്കുന്നുണ്ടോ, നമ്മുടെ ബില്ലിൻ്റെ എമൗണ്ട്, തീയതി എല്ലാം എഴുതി കാണിക്കും. അപ്പോൾ താഴെ എഴുതി കാണിക്കുന്നത് നോക്കുക. യുവർ ബിൽസ് ആർ അപ് ടു ഡേറ്റ് ആസ് പെർ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം കേരള വാട്ടർ അതോറിറ്റി എന്നെഴുതി കാണിക്കും. ഇനി നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് കിട്ടുന്ന ബില്ല് നമുക്കിനി പ്രിൻ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആ ബില്ലിനെ നമുക്ക് ഇമെയിലിലേക്ക് അയച്ചിട്ട് നമുക്ക് അതിനെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അല്ല ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എങ്ങനെ ഈസിയായി KSEB ബിൽസ് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയും കൂടെ കാണുക.